തോക്കില്ല എന്ന് ഉറപ്പിച്ച് നേടിയെടുത്ത വിധിയാണിത്. എല്ലാ രീതികളും നമ്മൾ പരാജയപ്പെട്ട സമയത്താണ് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കണം. ആംബുലൻസിനെ വിളിച്ചാൽ പോലും ആംബുലൻസ് വരില്ല, ആനുശല്യമായതുകൊണ്ട്. എന്റെ വാദം കേട്ടതിന് ശേഷം എന്നോട് പറഞ്ഞു, മെയ്മോളൊന്ന് തിരിഞ്ഞു നോക്കൂ, താൻ കണ്ടോ തന്റെ ചുറ്റുമിരിക്കുന്ന ഇത്രയും അഡ്വക്കേറ്റ്സ് പോലും ഇത്രയും ബ്യൂട്ടിഫുള്ളി ആർഗ്യൂ ചെയ്യില്ല. കൂട്ടമാണ്, കൂട്ടം, കാക്കരി വിക്കിരി എല്ലാം ഉണ്ട്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ജീവിച്ചു വന്ന എൻ്റെ വീടാണ് ഇപ്പൊ ഈ കാണുന്നത്, ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നത്. ഇങ്ങനൊരു അവസ്ഥയിലേക്ക് വരാൻ കാരണം ഞാൻ കേരള ഹൈക്കോടതിയിൽ വനം വകുപ്പിനെതിരെ ഒരു കേസ് വാദിച്ചിട്ടാണ്. അങ്ങനെ ഒരു കേസ് വാദിക്കാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ അതിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് 2018 തൊട്ടിട്ട് ഈ 1.5 ഏക്കർ സ്ഥലത്തിലേക്ക് എല്ലാ ദിവസം എന്നുള്ള രീതിയിൽ ആന കയറാനായിട്ട് തുടങ്ങി. ആനശല്യം രൂക്ഷമായപ്പോൾ നമുക്കത് ചെറുത്ത് നിൽക്കാൻ പറ്റില്ല. കാരണം പല രീതികൾ നമ്മൾ ഫെൻസിങ് ഇട്ടു, വനം വകുപ്പ് ഫെൻസിങ് ഇട്ടു, പല രീതികൾ ചെയ്തു, പെരയ്ക്ക് ചുറ്റും തീ ഇട്ടു, ആനനെ തീ കാണിച്ച് പേടിപ്പിക്കാൻ ശ്രമിച്ചു. എല്ലാ രീതികളും നമ്മൾ പരാജയപ്പെട്ട സമയത്താണ് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കണം. അപ്പൊ ആ സമയത്താണ് എൻ്റെ അമ്മ മോളി എന്നാണ് പേര്, മോളിയമ്മയ്ക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു. അപ്പൊ ക്യാൻസർ ആയിരുന്ന സമയത്ത് ഈ ആന വരുമ്പോൾ ഉറക്കം ശരിയാകുന്നില്ല. ഉറക്കം ശരിയാതെ വന്നപ്പോൾ അമ്മയ്ക്ക് ശാരീരികാസ്വാസ്ഥ്യങ്ങൾ കൂടാൻ തുടങ്ങി. ആംബുലൻസിനെ വിളിച്ചാൽ പോലും ആംബുലൻസ് വരില്ല, ആനുശല്യമായതുകൊണ്ട് ആ സമയത്ത് വനം വകുപ്പ് മുന്നോട്ടേക്ക് വെച്ചൊരു പ്രൊജക്റ്റാണ് റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രൊജക്ട്. ഈ പ്രൊജക്റ്റിലേക്ക് ഭൂമി സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നത്. 2023 ഒക്ടോബർ 22-നാണ് ഞാൻ എൻ്റെ അപേക്ഷ ഇവിടെ തൊട്ടടുത്തുള്ള മേക്കിപ്പാല ഫോറസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. പക്ഷെ അപേക്ഷ കൊടുത്തതിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞു, 1 വർഷം ആകാറായി, എന്നിട്ടും ഇത് പരിഗണിക്കുന്നില്ല. പല പല കാരണങ്ങൾ പറഞ്ഞിട്ട് എന്റെ അപേക്ഷനെ തഴഞ്ഞു വെച്ചു. പഞ്ചായത്തിൽ പറഞ്ഞു, കളക്ടറിനെ പോയി കണ്ടു, മന്ത്രിനെ പോയി കണ്ടു, MLA MP, ഇനി ഇതിന്റെ പുറകെ പോയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കേരള ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം പോകുന്നത് വക്കീലിനെ കാണാനാണ്. അപ്പൊ വക്കീലിനെ കണ്ടു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞ ഫീസ് നമ്മളെ കൊണ്ട് താങ്ങില്ലായിരുന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ലീഗൽ സർവീസ് സൊസൈറ്റിയോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനൊരു അവസ്ഥയാണ്, എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ അവരെന്നെ കളിയാക്കി. തനിക്ക് ഇത്രയും ഞങ്ങളോട് പറഞ്ഞ് വാക്ചാതുര്യമൊക്കെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തനിക്ക് എന്തുകൊണ്ട് തന്നെ കേസ് തന്നെ വാദിച്ചുകൂടാന്ന് പറഞ്ഞു. അവരെന്നെ സത്യത്തിൽ അപമാനിക്കുകയാണ് ചെയ്തത്. എന്റെ കേസ് എടുക്കാതെ എന്ന് പറഞ്ഞു വിട്ടു. അതെനിക്ക് ഭയങ്കരമായിട്ടൊരു ഈഗോ ഹേർട്ടായി, നാണക്കേടൊക്കെ പോലെ തോന്നി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് സ്വയമേ കേസ് വാദിച്ചുകൂടാന്ന് വിചാരിച്ചു. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അഡ്വക്കേറ്റ്സിന്റെ LLB പഠിക്കാനുള്ള സിലബസ് ഫുള്ള് ഡൗൺലോഡ് ചെയ്യുകയും അത് ഫുള്ള് പഠിക്കുകയും ചെയ്തിട്ടാണ് എങ്ങനെയാണ് കേസ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കോടതിയിൽ പെരുമാറേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു. കേരള ഹൈക്കോടതിയുടെ എന്തൊക്കെ റൂളാണോ ഉള്ളത് ഇത് ഫുള്ള് ഞാൻ ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതും പഠിച്ചു. ജഡ്ജ് എൻ്റെ വാദം കേട്ടതിന് ശേഷം എന്നോട് പറഞ്ഞു, മെയ്മോളൊന്ന് തിരിഞ്ഞു നോക്കൂ, താൻ കണ്ടോ തൻ്റെ ചുറ്റുമിരിക്കുന്ന ഇത്രയും അഡ്വക്കേറ്റ്സ് പോലും ഇത്രയും ബ്യൂട്ടിഫുള്ളി ആർഗ്യൂ ചെയ്യില്ല. തനിക്ക് യു ഹാവ് എ ക്ലാരിറ്റി ഓഫ് പ്രസന്റേഷൻ, തനിക്ക് പ്രസന്റ് ചെയ്യാനൊരു കഴിവുണ്ട്, എന്തുകൊണ്ട് തനിക്കൊരു LLB എടുത്തുകൂടാ എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ കേസ് വാദിക്കാൻ കയറുന്നതിന് തൊട്ട് മുന്നെയാണ് എൻ്റെ എതിർകക്ഷി വക്കീൽ എന്നോട് പറയുന്നത്, താൻ നോക്കിക്കോ, തൻ്റെ കേസ് ഞാനിപ്പോൾ തള്ളി കാണിച്ചു തരാം, താൻ ഒരിക്കലും ജയിക്കാൻ പോകുന്നത്, താനിങ്ങനെ കോടതി കയറി ഇറങ്ങുള്ളൂ എന്ന് പറയുന്നത്. അത് പറഞ്ഞിട്ടാണ് ഞാൻ ആ കേസ് വാദിച്ചെടുക്കുന്നത്. എൻ്റെ അപേക്ഷ പരിഗണിക്കാൻ പറഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചു. അത് വനം വകുപ്പ് തള്ളി. അതിനെ വീണ്ടും ചോദ്യം ചെയ്തു, അതും വനം വകുപ്പ് തള്ളി. അതിനെ വീണ്ടും ചോദ്യം ചെയ്തു. അപ്പോൾ കേരള ഹൈക്കോടതി പറഞ്ഞു 3 മാസത്തിനകം എൻ്റെ പുരയിടം വനം വകുപ്പ് സ്വീകരിച്ചുകൊണ്ട് എനിക്ക് നഷ്ടപരിഹാര തുക മുഴുവൻ തന്നു തീർക്കണമെന്നാണ്. 3 മാസം കഴിഞ്ഞു. വനം വകുപ്പ് ആ വിധി അംഗീകരിച്ചില്ല എന്നല്ല, പാലിച്ചില്ല. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയലക്ഷ്യ കേസ് ഫയൽ ചെയ്തു. അതിലൊരു വിധി വന്നു. ഞാൻ വനം വകുപ്പിലെ DFOയുമായിട്ടൊരു എഗ്രിമെന്റ് ഒപ്പിട്ടതിന് ശേഷം 60 ദിവസത്തിനകം എനിക്ക് നഷ്ടപരിഹാര തുക കിട്ടുമെന്ന്. 60 ദിവസം കഴിഞ്ഞു, എൻ്റെ പൈസ കിട്ടിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും കേരള ഹൈക്കോടതിയെ സമീപിച്ചു. അപ്പോൾ എതിർകക്ഷികൾ പുനർപരിശോധന ഹർജി ഫയൽ ചെയ്തു. പുനർപരിശോധന ഹർജിയുടെ വിധി വന്നു. അതെനിക്ക് അനുകൂലമായിരുന്നില്ല. അപ്പോൾ എനിക്ക് അതിന് അപ്പീൽ പോകേണ്ടി വന്നു. അവസാനം വന്നു നിന്നത് ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിലാണ്. ചീഫ് ജസ്റ്റിസിന്റെ കോടതി ചെന്നതിന് തന്നെ അപ്പോൾ എതിർകക്ഷികൾ വാദിച്ചു, ഞാൻ ഭൂമി സർക്കാരിലേക്ക് എഴുതി കൊടുക്കണം എന്നുള്ളത്. ഞാൻ ഭൂമി എഴുതി കൊടുത്താൽ അതെൻ്റെ മണ്ണാണ്, ആ മണ്ണ് ഞാൻ വനം വകുപ്പിന് എഴുതി കൊടുത്താൽ എനിക്ക് പൈസ തരുമെന്ന് കേരള ഹൈക്കോടതി ഉറപ്പ് തന്നാൽ ഞാൻ ഭൂമി എഴുതി കൊടുക്കാം എന്നുള്ളത് കോടതിനെ അറിയിക്കുകയും, ഒപ്പം ഈ തീരാധാര പ്രകാരമാണ് നമ്മൾ വനം വകുപ്പിലേക്ക് ഭൂമി സബ്മിറ്റ് ചെയ്യുന്നത്. മുൻകൂട്ടി എങ്ങനെയാണോ ഒരു തീരാധാരം ഉണ്ടാക്കേണ്ടത് അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് ഞാൻ സ്വയമേ തയ്യാറാക്കി അത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുന്നിൽ കാണിച്ചു കൊടുത്തു. കഴിഞ്ഞ 1 വർഷമായിട്ട് എന്നെ പെടാപ്പാട് പെടുത്താന്ന് മനസ്സിലായപ്പോൾ കോടതി പറഞ്ഞു,
എനിക്ക് തരാനുള്ള മുഴുവൻ പൈസയും വനം വകുപ്പ് മുൻകൂട്ടി കോടതിയുടെ രജിസ്ട്രിയിൽ കെട്ടിവെക്കണം. അത് കെട്ടിവെച്ച് പരാതിക്കാരിയായ മെയ്മോളിനെ കുടുംബത്തെയും അറിയിക്കണം, രേഖാമൂലം അറിയിക്കണം. അറിയിച്ച് അത് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം മെയ്മോൾ ഭൂമി വനംവകുപ്പിലേക്ക് എഴുതി കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് 18 ജൂലൈ 2025 ചീഫ് ജസ്റ്റിസിന്റെ 2-അംഗ ബെഞ്ച് എനിക്ക് വിധി പുറപ്പെടുവിക്കുകയാണ് ചെയ്തത്. മിനിറ്റ് കേരള ഹൈക്കോടതിയിൽ ഞാൻ ആ കേസ് തിരിച്ചും മറിച്ചും. നിങ്ങൾ വിചാരിക്കും കേരള ഹൈക്കോടതി നമ്മൾ പറയുന്നതെല്ലാം കേൾക്കുമെന്ന്. ഇല്ല, കേരള ഹൈക്കോടതിക്ക് കേട്ടിരിക്കാൻ പാകത്തിന് ഞാൻ ദിവസങ്ങളോളം ഉറക്കമുളച്ച് എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് ഞാൻ 1000 വട്ടം എൻ്റെ മുറിയിൽ നിന്ന് കരഞ്ഞും അല്ലാതെയും തയ്യാറാക്കിയതിന് ശേഷം എൻ്റെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ടാണ് കേരള ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. കേരള ഹൈക്കോടതി ജഡ്ജിന് ഏകദേശം 10-30ഓളം തിരിച്ചും മറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായി ഉത്തരം പറയണം. നാട്ടിലും വീട്ടിലും എല്ലാവരും ഞാനൊരു കഴിഞ്ഞ 1.5 വർഷം ഞാൻ സത്യത്തിലൊരു പരിഹാസപാത്രമായിരുന്നു. എൻ്റെ സ്വന്തം അമ്മ, എൻ്റെ സ്വന്തം സഹോദരൻ, എൻ്റെ നാട്ടുകാർ, ബന്ധുക്കള്, എന്നെ അറിയുന്ന എല്ലാവരും പറഞ്ഞു ഒരിക്കലും ഒരു പെങ്കുച്ച്, ഒരു സാധാരണക്കാരി, അത് മെയ്മോൾ ഒരിക്കലും ഈ കേസ് ജയിക്കില്ല എന്ന് എല്ലാവരും പറഞ്ഞ് കൈയൊഴിഞ്ഞ് കളിയാക്കി അപമാനിച്ച് നിർത്തുന്നതാണ് ഞാൻ ഈ 1.5 വർഷം കൊണ്ട്. നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ആരുമില്ല. എൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് തോക്കില്ല എന്ന് ഉറപ്പിച്ച് നേടിയെടുത്ത വിധിയാണിത്. ചീഫ് ജസ്റ്റിസിന്റെ മുഖത്തേക്ക് ഇങ്ങനെ കുറച്ചു നേരം നോക്കി, എല്ലാവരും സ്തംഭിച്ചു പോയി. കുറച്ചു നേരം ഇങ്ങനെ നോക്കിയിട്ട്, മാഡം താങ്കൾ ഇതിലൊരു കോംപ്രമൈസ് നോക്കുന്നില്ലെങ്കിൽ ഈ കേസ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇരിക്കുന്നതാണ് കോടതി എന്ത് പറഞ്ഞാലും ഞാൻ ഇത്രയും പറയും. ഇരിക്കുന്നതാണ് എൻ്റെ ഫൈനൽ വാക്ക്, അതാണ് എൻ്റെ ഫൈനൽ വാക്ക്, അതിൽ നിന്ന് ഒരു വാക്ക് ഞാൻ പുറകോട്ടേക്കില്ല, തീരുമാനിച്ചോ എന്നുള്ളത്. രേഖാമൂലം കൊടുത്തിരിക്കുന്ന ഒരു കാര്യത്തിൽ പിന്നെ അവർ തീരുമാനം എടുക്കാതിരിക്കാൻ പറ്റില്ല. അതെന്ത് രേഖാമൂലം കൊടുക്കണം, ഒരു മെമ്മോയാണ് ഫയൽ ചെയ്തത്. ആ മെമ്മോ ഫയൽ ചെയ്യാൻ ഞാൻ ഉറക്കൊളച്ച് പ്രാക്ടീസ് ചെയ്തു. ആൻഡ് ദെൻ എനിക്കറിയാം കോടതി അത് സ്വീകരിക്കില്ലയോ എന്ന്. എന്ത് ചോദിച്ചാലും ഞാനിത് പറയും. The memo that I have filed in front of me, that I have submitted in front of you, that is my final wordings. I am stick on to that statement that I have filed as a memo, and I don't want to step back what I have said in the court, and that is final. You may decide and I will obey. You have to first decide on what I have said. You have to read what I have written in the statement, and that is my final. ഇത് പറയാൻ ഞാൻ ആ സമയത്ത് വൊക്കാബുലറി നോക്കിയിട്ട് കാര്യമില്ല, കാരണം ഞാൻ മലയാളം മീഡിയം പഠിച്ചതാണ്. ഇത് പറയാൻ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പോയത്. ആ രാത്രി ഫുൾ, അതിന് 17-ാം തീയതി രാത്രി എനിക്ക് അനുകൂലമായിട്ടല്ല കോടതി പോയത്. എൻ്റെ ഇത് കയ്യിലാകെ ഉള്ളത് ഞാൻ വീട്ടിൽ വന്നിട്ടുള്ള എൻ്റെ കുറച്ച് മണിക്കൂറുകളാണ്. ആ മണിക്കൂറുകൾ ഇത് താങ്കൾ എന്ത് പറഞ്ഞാലും ഞാൻ ഫയൽ ചെയ്തിരിക്കുന്ന മെമ്മോയാണ് എൻ്റെ ഫൈനൽ എന്ന് പറയാൻ പ്രാപ്തിയാക്കി ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പോയത്. എൻ്റെ നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ കേരള ഹൈക്കോടതിയുടെ എതിർകക്ഷികൾ കേരള ഹൈക്കോടതിയുടെ വിധി പാലിച്ചില്ല എന്നുള്ളത് കാരണമായി. ആയതിനാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡോക്ടർ ഇതിൽ പറയുന്നുണ്ട്. ആ ഡയലോഗ് ഒറ്റ സ്പോട്ടിൽ പറയും. നിങ്ങൾക്ക് ഇപ്പം ഇത് റെക്കോർഡ് ചെയ്യാൻ വരുമ്പോൾ അറിയാം എൻ്റെ നാക്കു എത്രമാത്രം വിളിക്കുമെന്ന്. ഇതൊരു ഒറ്റ സ്പോട്ടിൽ പറയാനായിട്ട് ഞാൻ എത്ര പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അത്രയും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പോകുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ദിവസം കൊണ്ട് നമുക്ക് സാധിക്കില്ല. പക്ഷെ നമ്മളെ തകർക്കാൻ ഇത്രയും ശ്രമിച്ചാൽ നമ്മൾ അതിൻ്റെ മേളിൽ അമ്മാതിരി. ഞാൻ 200 പേജിൻ്റെ 3 ബുക്ക് കത്തെഴുതാൻ തന്നെ എഴുതി പഠിച്ച് ആദ്യം എഴുതും. നമുക്ക് എന്ത് കോടതിയോട് പറയണ്ട, അതിനകത്ത് എന്തും ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾ റെക്കോർഡ് ചെയ്തപ്പോൾ കുറേ കാര്യങ്ങൾ പറയാൻ പാടില്ല, കുറേ കാര്യങ്ങൾ പറയാവുള്ളൂ. അപ്രിയ സത്യങ്ങൾ മറച്ചു വെക്കണം. അപ്പോൾ അപ്രിയ സത്യങ്ങൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അതിന് നമ്മൾ എഴുതണം, കുത്തിരുന്ന് കഥ ഫുള്ള് എഴുതണം. അത് വായിച്ചു വെക്കണം, 100 വട്ടം വായിച്ചു വെക്കണം. അതിനെ റിക്കറക്റ്റ് ചെയ്യണം. അത് നമ്മൾ ബൈഹാർട്ട് ചെയ്യണം. 100 സത്യത്തിൻ്റെ ഇടയിൽ ആ 100 സത്യം പ്രിസൈസ് ചെയ്ത് പറയണം. കഷ്ടപ്പാടാണ്, പക്ഷെ സാധിക്കും. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ സമരം ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ തെറി പറയുക, ആയുധം എടുത്ത് പ്രവർത്തിക്കുക, ഇതല്ല ഏറ്റവും പവർഫുള്ളായിട്ടുള്ള കാര്യം. ബിലീവ് ദ പവർ ഓഫ് പെൻ. ഈ ലോകത്തിനെ മാറ്റിമറിക്കാൻ കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരേ ഒരു ആയുധം പേനയാണ്. എഴുതി കോടതിയിൽ സബ്മിറ്റ് ചെയ്തു. അതിന് മറികടക്കില്ലല്ലോ എതിർകക്ഷി വക്കീൽ. അവിടെയാണ് ഞാൻ ചോദിച്ചത്. ഞാനൊരു പാർട്ടിൻ പേഴ്സൺ ആയതുകൊണ്ടും എനിക്ക് ആനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞത്, അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഒരു പക്ഷേ കേരള ഹൈക്കോടതി എനിക്ക് കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതിനേക്കാളും കുറച്ചും കൂടെ ഒരു പക്വത വന്ന് LLB ഒക്കെ എടുത്താൽ നല്ലതാണ്. ആലോചനയിലാണ്, നോക്കട്ടെ.